എല്ലാ പ്രേക്ഷകർക്കും ഗുഡ് ആഫ്റ്റർനൂണിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ആദ്യം പോകുന്നത് മഞ്ചേശ്വരം കോഴക്കേസ് വാർത്തയിലേക്കാണ്. കേസിൽ BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ കുറ്റവിമുക്തൻ. കെ സുരേന്ദ്രൻ ഉൾപ്പെടെ 6 പ്രതികൾ നൽകിയ വിടുതൽ ഹർജിയാണ് ജില്ലാ സെഷൻസ് കോടതി അംഗീകരിച്ചത്. സത്യം ജയിച്ചെന്നും കെട്ടിച്ചമച്ച കേസാണ് ഇതെന്നും കെ സുരേന്ദ്രൻ പ്രതികരിച്ചു. കേസിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നും കെ സുരേന്ദ്രന്റെ പ്രതികരണം. വളരെ ആസൂത്രിതമായി കെട്ടിച്ചമച്ച ഒരു കള്ളക്കേസാണിത്. ഗൂഢാലോചനയിലൂടെയാണ് ഇങ്ങനെ ഒരു കേസ് ഉണ്ടാക്കിയത്. എന്നെ തെരഞ്ഞെടുപ്പിൽ നിന്ന് എന്നേക്കുമായി അയോഗ്യനാക്കാൻ വേണ്ടിയും BJPയെ താറടിച്ച് കാണിക്കുന്നതിനും വേണ്ടിയാണ് ഇങ്ങനെ ഒരു കള്ളക്കേസ് ഇവിടെ കെട്ടിച്ചമച്ചത്. വലിയ ഗൂഢാലോചന ഇതിൽ നടന്നിട്ടുണ്ട്. 3.5 വർഷം നിരന്തരമായി മഞ്ചേശ്വരം കോഴക്കേസ് എന്ന് പറഞ്ഞ് ഞങ്ങളെ വേട്ടയാടി. ഞങ്ങൾ അന്നും പറഞ്ഞിരുന്നു ഇത് രാഷ്ട്രീയ വേട്ടയാണ്, ഇത് വിജയിക്കാൻ പോകുന്നില്ല. കേസ് പ്രഥമദൃഷ്ട്യാ നിലനിൽക്കില്ല എന്ന വാദം കോടതി അംഗീകരിച്ചെന്ന് അഭിഭാഷകനും BJP നേതാവുമായ കെ ശ്രീകാന്ത് പറഞ്ഞു. ഈ കേസിൽ പ്രതിഭാഗം ഉന്നയിച്ച നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ കോടതി ശരിവച്ചിരിക്കുകയാണ്. ഇതിൽ യാതൊരു തരത്തിലുള്ള നിയമവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളും ഇല്ല എന്നും അത് കെട്ടിച്ചമച്ച കേസാണ് എന്നുള്ള പ്രതിഭാഗത്തിൻ്റെ വാദം പൂർണ്ണമായിട്ട് അംഗീകരിച്ചിരിക്കുകയാണ്. ഇതിലെ പരാതി, ഇതിലെ അന്വേഷണം, ഇതിലെ അന്തിമ റിപ്പോർട്ട്, ഫൈനൽ റിപ്പോർട്ട്, ചാർജ്, ഇതെല്ലാം തന്നെ നിയമാനുസൃതമായിട്ട് നിലനിൽക്കുന്നതല്ല എന്നുള്ള പ്രതിഭാഗത്തിൻ്റെ വാദം അത് കോടതി ഇന്ന് ശരിവച്ചിരിക്കുകയാണ്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാൻ BSP സ്ഥാനാർത്ഥി കെ സുന്ദരയ്ക്ക് പണവും മൊബൈൽ ഫോണും നൽകി എന്നായിരുന്നു കേസ്. അരുൺ പാറക്കലുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി ഇപ്പോൾ കാസർഗോഡ് നിന്ന്. അരുൺ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഉന്മേഷ്, കാസർഗോഡ് ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി സാനു എസ് പണിക്കരാണ് ഇതുമായി ബന്ധപ്പെട്ട വിധി പ്രസ്താവിച്ചത്. ഇന്ന് കെ സുരേന്ദ്രനും മറ്റ് 6 പ്രതികളും സമർപ്പിച്ച വിടുതൽ ഹർജിയാണ് കോടതി പരിഗണിച്ചത്. കോടതി പ്രധാനമായും പരിശോധിച്ച ഒരു കാര്യം ഈ കേസ് വിചാരണ വേളയിലേക്ക് പോകണോ എന്നതായിരുന്നു. ഇതിനു വേണ്ടുന്ന തെളിവുകൾ പ്രോസിക്യൂഷനും അതുപോലെ തന്നെ പോലീസും ഹാജരാക്കിയോ എന്ന് കോടതി പരിശോധിച്ചു. അതിനുശേഷമാണ് കെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള 6 പ്രതികളെയും വെറുതെ വിട്ടുകൊണ്ട് കോടതി ഇന്നിപ്പോൾ വിധി പറഞ്ഞിരിക്കുന്നത്. അതായത് ഒറ്റവാക്കിൽ വിധി പറയുകയായിരുന്നു. കെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള 6 പ്രതികളെയും വെറുതെ വിട്ടിരിക്കുന്നു എന്നൊരു വിധി കോടതി പറയുകയായിരുന്നു. ഇനി ആ വിധിപ്പകർപ്പ് ലഭിക്കണം. ആ വിധിപ്പകർപ്പ് ലഭിച്ചാൽ മാത്രമാണ് ആ വിധിപ്പകർപ്പിൽ കോടതി കണ്ടെത്തിയിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുകയുള്ളൂ. നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ട കെ സുരേന്ദ്രനും അതുപോലെ തന്നെ കെ സുരേന്ദ്രൻ്റെ ചീഫ് ഏജന്റായിരുന്ന BJP മുൻ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ബാലകൃഷ്ണ ഷെട്ടി, യുവമോർച്ച മുൻ സംസ്ഥാന ട്രഷറർ സുനിൽ നായിക്ക്, കെ മണികണ്ഠറൈ, വൈ സുരേഷ്, ലോകേഷ് നോഡ എന്നിവരെയാണ് ഇപ്പോൾ നിലവിൽ കോടതി കുറ്റവിമുക്തരാക്കിയിരിക്കുന്നത്. ഈ കേസ് പ്രഥമദൃഷ്ട്യാ നിലനിൽക്കില്ലെന്ന് കോടതി കണ്ടെത്തിയെന്നാണ് പ്രതിഭാഗം അഭിഭാഷകനായ അഡ്വക്കേറ്റ് എസ് ശ്രീകാന്ത് വ്യക്തമാക്കിയത്. ഈ സത്യം തെളിഞ്ഞെന്നും ഈ കേസ് രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഫലമായിരുന്നു താൻ ഈ കേസിൻ്റെ ഇരയായെന്നുമാണ് കെ സുരേന്ദ്രൻ പ്രതികരിച്ചത്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട വിധിപ്പകർപ്പ് വന്നതിന് ശേഷം ആ വിധിപ്പകർപ്പ് പരിശോധിച്ച ശേഷം മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇനിയൊരു മേൽക്കോടതിയെ സമീപിക്കണോ, അപ്പീൽ പോകണോ എന്ന കാര്യത്തിലൊരു വ്യക്തതയുള്ളൂ എന്നാണ് VV രമേശൻ, ഈ കേസിൻ്റെ ഹർജിക്കാരൻ VV രമേശൻ നമ്മളോട് പ്രതികരിച്ചത്. എന്തായാലും CPM-നെയും അതുപോലെ തന്നെ LDF-നെയും രാഷ്ട്രീയമായി ഇനിയൊരു ഉത്തരം പറയേണ്ട ഒരു സാഹചര്യത്തിലേക്ക് ഈ കേസ് എത്തിച്ചിരിക്കുന്നു. അന്ന് LDF സ്ഥാനാർത്ഥിയായ മഞ്ചേശ്വരം നിയോജക മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥിയായിരുന്ന VV രമേശനാണ് കെ സുരേന്ദ്രനെ പ്രതിയാക്കി കെ സുരേന്ദ്രനെതിരെ ഇത്തരത്തിലൊരു കേസ് കോടതിയിൽ നൽകുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട വിധിപ്പകർപ്പ് വന്നതിന് ശേഷം ഇനി അപ്പീൽ പോകുന്ന നടപടികളിലേക്ക് കടക്കുമെന്ന് LDF-ഉം CPM-ഉം പ്രതികരിച്ചിരിക്കുന്നു. ഉന്മേഷ്, ശരി. അരുൺ പാറക്കലാണ് വാർത്തയുടെ വിശദാംശങ്ങൾ ഇപ്പോൾ നൽകിയത്. ADGP MR അജിത് കുമാറിനെതിരെ എന്ത് നടപടി വരും? MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റും. തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട പ്രശ്നം പരിഹരിക്കുന്നതിൽ MR അജിത് കുമാറിന് വീഴ്ച സംഭവിച്ചു എന്നാണ് സംസ്ഥാന പോലീസ് മേധാവിയുടെ കണ്ടെത്തൽ. അന്വേഷണ റിപ്പോർട്ട് ഉടൻ സർക്കാരിന് കൈമാറിയേക്കും. 24 എക്സ്ക്ലൂസീവ്. RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച, തൃശൂർ പൂരം നടത്തിപ്പിലെ വീഴ്ച, അനധികൃത സ്വത്ത് സമ്പാദനം എന്നിവയിലൊക്കെ ADGP MR അജിത് കുമാറിനെതിരെ അന്വേഷണം നടക്കുകയാണ്. ഇതിൽ തൃശൂർ പൂര വിവാദത്തിലാണ്
ADGPക്കെതിരെ നടപടിക്ക് വഴിതെളിഞ്ഞത്. MR അജിത് കുമാർ സ്ഥലത്തുണ്ടായിട്ടും പൂരവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇടപെട്ടില്ലെന്നാണ് DGPയുടെ കണ്ടെത്തൽ. കീഴുദ്യോഗസ്ഥർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ ADGP നൽകിയില്ല. പൂരം അലങ്കോലമായതിന് പിന്നാലെ MR അജിത് കുമാർ തൃശൂരിൽ നിന്ന് മാറിയതും ഔദ്യോഗിക ഫോൺ സ്വിച്ച് ഓഫ് ആക്കിയതും സംശയങ്ങൾക്ക് ഇട നൽകുന്നുവെന്നാണ് DGPയുടെ നിരീക്ഷണം. MR അജിത് കുമാറിനെതിരെ PV അൻവർ MLA ഉന്നയിച്ച സാമ്പത്തിക ക്രമക്കേടിൽ വിജിലൻസ് അന്വേഷണം നടക്കുന്നുണ്ടെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. അന്വേഷണ റിപ്പോർട്ട് DGP ഇന്ന് സർക്കാരിന് സമർപ്പിക്കും. ഇതിന്റെ അടിസ്ഥാനത്തിൽ MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റുമെന്നാണ് വിവരം. ADGP MR അജിത് കുമാറിനെതിരെയുള്ള തുടരന്വേഷണങ്ങൾക്ക് കരുത്തു പകരുന്നതായിരിക്കും DGPയുടെ റിപ്പോർട്ടെന്ന കാര്യത്തിൽ സംശയമില്ല. MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റുന്നതോടെ മുന്നണിക്കുള്ളിലെ അപസ്വരങ്ങളും ഇല്ലാതാകുമെന്ന പ്രതീക്ഷയും CPIM-നുണ്ട്. കൊല്ലത്തുനിന്ന് അരുൺ രാജ്, 24. ഇപ്പോൾ വരുന്ന രണ്ട് വാർത്തകൾ കൂടി പ്രേക്ഷകരുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. കോഴിക്കോട് താമരശ്ശേരിയിൽ പെട്രോൾ പമ്പ് ജീവനക്കാർക്ക് ക്രൂരമർദ്ദനമേറ്റു. ഇന്ധനം നിറയ്ക്കാൻ എത്തിയ ആളാണ് മർദ്ദിച്ചത് എന്നുള്ള വാർത്ത വരുന്നുണ്ട്. മറ്റൊരു വാർത്ത വരുന്നത് 4 വയസ്സുകാരന് കാലാവധി കഴിഞ്ഞ മരുന്ന് കൊടുത്തു എന്നുള്ള പരാതിയാണ്. പെരുമാതുറ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നിന്നാണ് ഇത്തരത്തിൽ മരുന്ന് നൽകിയതെന്നുള്ള പരാതി അലക്സ് റാം മുഹമ്മദ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. തൃശൂർ പൂരം കലക്കിയതിൽ ADGP MR അജിത് കുമാറിന് പങ്കുണ്ടെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. MR അജിത് കുമാറിനെതിരെ മുഖ്യമന്ത്രി നടപടിയെടുക്കുമെന്നാണ് പ്രതീക്ഷയെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. എന്നാൽ RSS നേതാക്കളുമായുള്ള ADGPയുടെ കൂടിക്കാഴ്ചയെ വെള്ളാപ്പള്ളി നടേശൻ ന്യായീകരിച്ചു. സംഘപരിവാർ നേതാക്കളെ കണ്ടത് മഹാപാപം അല്ല എന്നായിരുന്നു പ്രതികരണം. കാരണം ഈ ആരോപണ പ്രത്യാരോപണം നടക്കുന്ന ഈ സാഹചര്യത്തിൽ അന്വേഷണ റിപ്പോർട്ട് ഇന്നോ നാളെ കിട്ടൂല ചങ്ങാതി. അതിൻ്റെ ആ അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ തീർച്ചയായും മുഖ്യമന്ത്രി അതിനൊരു തീരുമാനമെടുക്കും. ADGPക്ക് അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അന്വേഷണ റിപ്പോർട്ടുകളെ പറ്റി വന്ന വിവരങ്ങൾ കേട്ടാലെല്ലാം തന്നെ തൃശ്ശൂർ പൂരം ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ സമീപനങ്ങൾ ഒട്ടും ശരിയായില്ല. ആരോപണങ്ങൾ ഏതാണ്ട് തെളിഞ്ഞ അവസ്ഥയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം കണക്കായിക്കൊണ്ട് തീർച്ചയായും മുഖ്യമന്ത്രി നടപടി എടുത്തിരിക്കുമെന്ന് പൂർണ്ണമായും വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. എന്താ തെറ്റി? ഈ സംഘപരിവാർ എന്നാണ് അവർ തീണ്ടാനും കൂടാനും പാടില്ലേ? എത്ര പേര് അവർ മനുഷ്യരല്ലേ? കൂടുതൽ പ്രേക്ഷകർ ഇപ്പോൾ ഗുഡ് ആഫ്റ്റർനൂൺ അറിയിക്കുന്നുണ്ട്. എല്ലാവർക്കും തിരികെയും ഗുഡ് ആഫ്റ്റർനൂൺ. നമ്മൾ അടുത്ത വാർത്തയിലേക്ക് പോകുന്നു. ADGP വിവാദത്തിൽ CPI സംസ്ഥാന എക്സിക്യൂട്ടീവിൽ ഒറ്റപ്പെട്ട് ബിനോയ് വിശ്വം. K പ്രകാശ് ബാബു ജനയുഗത്തിൽ ലേഖനം എഴുതിയതിനെ വിമർശിച്ച ബിനോയ് വിശ്വത്തോട് മറ്റംഗങ്ങൾ യോജിച്ചില്ല. പാർട്ടിയിൽ ഭിന്നതയില്ലെന്നും ആരോഗ്യകരമായ ചർച്ചകളാണ് നടക്കുന്നതെന്നും റവന്യൂ മന്ത്രി K രാജൻ പ്രതികരിച്ചു. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും ദേശീയ നിർവാഹക സമിതി അംഗം K പ്രകാശ് ബാബുവും തമ്മിലുള്ള ഭിന്നതയാണ് സംസ്ഥാന എക്സിക്യൂട്ടീവിൽ മറനീക്കിയത്. ADGP വിഷയത്തിൽ K പ്രകാശ് ബാബു ജനയുഗത്തിൽ ലേഖനം എഴുതിയതും പരസ്യ പ്രതികരണം നടത്തിയതും ബിനോയ് വിശ്വത്തെ പ്രകോപിപ്പിച്ചു. എല്ലാവരും പാർട്ടി വക്താക്കളാകേണ്ടെന്നും പാർട്ടി നിലപാട് സംസ്ഥാന സെക്രട്ടറി വിശദീകരിക്കുമെന്നും ബിനോയ് വിശ്വം. എന്നാൽ ഇതിനോട് സംസ്ഥാന എക്സിക്യൂട്ടീവിലെ ഭൂരിഭാഗം അംഗങ്ങളും വിയോജിച്ചു. CPI നിലപാട് സാധൂകരിക്കുകയാണ് പ്രകാശ് ബാബു ചെയ്തതെന്ന് പലരും അഭിപ്രായപ്പെട്ടു. പാർട്ടി സെക്രട്ടറിയെ ഒറ്റപ്പെടുത്തിയെന്നത് അടിസ്ഥാനരഹിതമായ വാർത്തയെന്ന് മന്ത്രി K രാജൻ. അങ്ങനെ പാർട്ടി സെക്രട്ടറി ഒറ്റപ്പെടുത്താനുള്ളൊരു നയമുണ്ടായാൽ പിന്നെ പാർട്ടിയുടെ സെക്രട്ടറി ആയത് എങ്ങനെയാണ് തുടരുക? അങ്ങനെ ഒരു നിലപാടും അങ്ങനെ ഒരു സംഭവവും പാർട്ടിക്കകത്തുണ്ടായിട്ടില്ല. വിവാദ വിഷയങ്ങളിൽ ബിനോയ് വിശ്വം മൗനം തുടർന്നപ്പോഴൊക്കെ പാർട്ടിയുടെ മുഖമായി മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയത് പ്രകാശ് ബാബു ആണ്. ഇതോടെയാണ് എല്ലാവരും പാർട്ടി വക്താക്കളാകേണ്ടെന്ന് ബിനോയ് വിശ്വം നിലപാടെടുത്തത്. 24 തിരുവനന്തപുരം. കോതമംഗലം ഭൂതത്താൻകെട്ടിൽ സിനിമാ ചിത്രീകരണത്തിനിടെ ഓടിപ്പോയ നാട്ടാന പുതുപ്പള്ളി സാധു കാടിറങ്ങി. ഇന്നലെ രാത്രിയും ഇന്ന് രാവിലെയുമായി നടത്തിയ തെരച്ചിലിനൊടുവിലാണ് ആനയെ കണ്ടെത്തിയത്. ആന പൂർണ്ണ ആരോഗ്യവാനാണ്. സിനിമയിൽ അഭിനയിക്കാൻ ഭൂതത്താൻകെട്ടിലെ ഈ ലൊക്കേഷനിലെത്തിയ പുതുപ്പള്ളി സാധു എന്ന ആന മണികണ്ഠൻ ആനയുടെ കുത്തേറ്റ് കാട്ടിലേക്ക് പേടിച്ചോടിക്കയറിയത് ഈ വഴിയാണ്. തെലുങ്ക് സൂപ്പർ താരം വിജയ് ദേവരകൊണ്ട നായകനാകുന്ന സിനിമയുടെ ഷൂട്ടിങ്ങിനിടെയാണ് സംഭവം. ചിത്രീകരണത്തിന് കൊണ്ടുവന്നത് 5 ആനകളെ. ചിത്രീകരണം അവസാന ഘട്ടത്തിലെത്തിയപ്പോൾ ഇന്നലെ വൈകിട്ട് 5 മണിയോടെയാണ് ട്വിസ്റ്റ് ഉണ്ടായത്. തടത്താവിള മണികണ്ഠൻ എന്ന ആന പുതുപ്പള്ളി സാധുവിന്റെ പിന്നിൽ കുത്തി. വിരണ്ടോടിയ സാധു കാട്ടിൽ മറഞ്ഞു. 5 ആന ഉണ്ടായിരുന്നു. അത് 5 എണ്ണം ഇങ്ങനെ ലൈനായിട്ടാണ് നിന്നിരുന്നത്. ഏറ്റവും ഫ്രണ്ടിൽ നിന്നിരുന്നായിരുന്നു സാധു. അതിൻ്റെ ബാക്കിൽ നിന്ന് ആന അതിനെ കുത്തി. പക്ഷേ അത് കുത്ത് കണ്ടിട്ടും വീണ്ടും തിരിച്ചു വന്നൊരു പൊസിഷനിലേക്ക് നിന്നു. രണ്ടാമത്തെ കുത്ത് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു കുത്തായിരുന്നു. അതിലാണ് ഇറങ്ങി ഓടിയത്. ഇന്നലെ രാത്രി ഏറെ വൈകിയും തിരച്ചിൽ നടത്തി. ആനയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇന്ന് പുലർച്ചെ ഫോറസ്റ്റ് വാച്ചർമാർ കാൽപ്പാടുകൾ പിന്തുടർന്ന് പോയപ്പോഴാണ് തുണ്ടം ഫോറസ്റ്റ് ഓഫീസിന് സമീപത്തെ കാട്ടിൽ ആനയെ കണ്ടത്. പാപ്പൻ കൂടുതലുണ്ടായിരുന്നു. വിളിച്ചു
എണ്ണപാപം കൂടുതലുണ്ടാകുന്നു. വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഒച്ചെടുത്തു, തിരിച്ച് ഒച്ചെടുത്ത് സൗണ്ട് കേൾപ്പിച്ചു. ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല, ആനങ്ങാതെ നിൽക്കുമായിരുന്നു. പഴവും മധുരപലഹാരവും നൽകി ആനയെ തളച്ച പാപ്പാന്മാർ വാഹനത്തിൽ കയറ്റി പുതുപ്പള്ളിയിലേക്ക് കൊണ്ടുപോയി. ആനയ്ക്ക് കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളില്ല. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലെ ഒരു വാച്ചർ ഈ ആന കടന്നുപോയ ഫുട് പ്രിന്റ് കണ്ടു. അത് വെച്ചിട്ട് സെർച്ച് ചെയ്താണ് ആനയെ കണ്ടുകിട്ടിയത്. വേറെ കുഴപ്പങ്ങളൊന്നും ആനയ്ക്കില്ല. ഒരു രാത്രി മുഴുവനും ഈ കാണുന്ന കാടുകൾ ചുറ്റി പുതുപ്പള്ളി സാധു അവസാനം ഇവിടെ എത്തി. പഴവും പലഹാരവുമായി ആരാധകർ അവനെ സ്വീകരിച്ചു. അവസാനം വനാസ്വാദനമൊക്കെ കഴിഞ്ഞ് സ്വന്തം തട്ടകമായ കോട്ടയത്തേക്ക് അവൻ മടങ്ങി. ടീം 24 കോതമംഗലം. ദ ഹിന്ദു ദിനപത്രത്തിലെ മുഖ്യമന്ത്രിയുടെ അഭിമുഖത്തിൽ മലപ്പുറം പരാമർശം ഉൾപ്പെടുത്താൻ നിർദ്ദേശിച്ച PR ഏജൻസിയെ തള്ളിപ്പറയാതെ CPIM. PR ഏജൻസിയുടെ ഇടപെടലിൽ ദുരൂഹതയില്ല എന്നാണ് CPIM വിലയിരുത്തൽ. കേസെടുക്കണമെന്ന വാശി എന്തിനെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ ചോദിച്ചു. വിവാദത്തിൽ മുഖ്യമന്ത്രിക്ക് പിന്തുണയുമായി CPIM കേന്ദ്ര നേതൃത്വം രംഗത്തെത്തി. ആ വന്നത് തെറ്റാണെന്ന് അവർ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അവസാനിച്ചു. മുഖ്യമന്ത്രിയെ സംശയനിഴലിൽ നിർത്തിയ അഭിമുഖ വിവാദത്തിൽ മലപ്പുറം ഭാഗം എഴുതി ചേർത്തവർക്കെതിരെ നടപടിയെടുക്കേണ്ടേ എന്ന ചോദ്യത്തിനുള്ള മറുപടിയാണിത്. CPM സംസ്ഥാന സെക്രട്ടറിയും മുഖ്യമന്ത്രിയും ചോദ്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞുമാറി. PR ഏജൻസി രേഖാമൂലം എഴുതിത്തന്ന ഭാഗമെന്ന് ദ ഹിന്ദു വ്യക്തമാക്കിയിരുന്നു. CPM നേതാവിന്റെ മകൻ TD സുബ്രഹ്മണ്യമാണ് അഭിമുഖത്തിന് വേണ്ടി സമീപിച്ചതെന്ന് മുഖ്യമന്ത്രിയും പറഞ്ഞു. പക്ഷേ വിവാദ ഭാഗം ആര് നൽകിയെന്നതിൽ അന്വേഷണമില്ല. മുൻ SFI നേതാവ് കൂടിയായ TD സുബ്രഹ്മണ്യം തന്നെയാണ് വിവാദ ഭാഗം ഉൾപ്പെടുത്താൻ നിർദ്ദേശിച്ചതെന്ന സംശയം ബലപ്പെടുകയാണ്. എന്നാൽ അതിൽ ദുരുദ്ദേശമില്ലെന്നാണ് CPIM വിലയിരുത്തുന്നത്. മുഖ്യമന്ത്രിയുടെ പേരിൽ വിഭജന നീക്കത്തിന് ശ്രമമുണ്ടായിട്ടും നടപടിയില്ലെന്ന ചോദ്യത്തിന് LDF കൺവീനറുടെ മറുപടി ഇങ്ങനെ: മുഖ്യമന്ത്രി പരാമർശം നടത്താത്ത ഒരു വിഷയം വന്നത് അതിന് ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് ഹിന്ദു പത്രം തന്നെ സ്റ്റേറ്റ്മെന്റ് ഇറക്കി കഴിഞ്ഞാൽ പിന്നെ അതിന്റെ മേലെ ഒരു നിലപാട് സ്വീകരിക്കേണ്ട പ്രശ്നമുണ്ട്. PR ഏജൻസി വിവാദത്തിൽ CPM കേന്ദ്ര നേതൃത്വവും മുഖ്യമന്ത്രിക്ക് പൂർണ്ണ പിന്തുണ നൽകുന്നുണ്ട്. സർക്കാരിന് കേസൻ PR ഏജൻസിയുമായി ബന്ധമില്ലെന്നാണ് വിശദീകരണം. അതേസമയം PR വിവാദത്തിൽ ഇന്നലെ ചേർന്ന CPM സംസ്ഥാന കമ്മിറ്റിയിൽ മുഖ്യമന്ത്രിയോട് ചോദ്യങ്ങൾ ഉയർന്നിരുന്നു. മലപ്പുറം പരാമർശമുണ്ടാക്കിയ ഡാമേജിന്റെ ഉത്തരവാദിത്തം ആർക്കെന്നും ഹിന്ദുവിന്റെ വിശദീകരണം കൂടുതൽ ക്ഷതമുണ്ടാക്കിയില്ലേ എന്നുമായിരുന്നു ഉയർന്ന ചോദ്യങ്ങൾ. 24 തിരുവനന്തപുരം. സമസ്തയ്ക്ക് പിന്നാലെ മുഖ്യമന്ത്രി പിണറായി വിജയനെ വിമർശിച്ച് കാന്തപുരം വിഭാഗവും രംഗത്ത്. പിണറായി വിജയൻ ആരുടെ PR ഏജൻസിയാണ് എന്ന തലക്കെട്ടിലാണ് വിദ്യാർത്ഥി വിഭാഗമായ SSFന്റെ മുഖമാസിക റിസാലയിലെ വിമർശനം. അതേസമയം നാളെ മഞ്ചേരിയിൽ PV അൻവർ പുതിയ രാഷ്ട്രീയ പാർട്ടിയുടെ പേരും നയവും പ്രഖ്യാപിക്കും. വർഷങ്ങളായി ഇടതുപക്ഷത്തെ പിന്തുണയ്ക്കുന്ന സമസ്ത AP വിഭാഗമാണ് മുഖ്യമന്ത്രിക്ക് രൂക്ഷ വിമർശനവുമായി രംഗത്ത് വന്നത്. പിണറായി വിജയൻ ആരുടെ PR ഏജൻസി എന്ന തലക്കെട്ടിലാണ് വിദ്യാർത്ഥി വിഭാഗമായ SSFന്റെ മുഖമാസിക റിസാലയിലെ വിമർശനം. വലതുപക്ഷ നിലപാടുകൾ മുഖ്യമന്ത്രി സ്വീകരിക്കുന്നെന്നും ADGP RSS കൂടിക്കാഴ്ചയെ CPIM നിസാരവൽക്കരിച്ചു എന്നുമാണ് മുഖപ്രസംഗത്തിലെ വിമർശനം. മലപ്പുറത്തെ വർഗീയ തലസ്ഥാനമാക്കാനുള്ള ഹിന്ദുത്വ വർഗീയ സംഘങ്ങളുടെ പദ്ധതി ഇടതുപക്ഷത്തിന്റെ ചിലവിൽ വേണ്ടെന്നും ലേഖനത്തിൽ പറയുന്നു. ഇങ്ങനെ പോയാൽ CPIMന്റെ പൊടി പോലും ഉണ്ടാകില്ലെന്നാണ് റിസാലയുടെ കവർ പേജിലെ തലക്കെട്ട്. ഇതിനിടെ CPIM മലപ്പുറം ജില്ലാ സെക്രട്ടറി EN മോഹൻദാസിന് RSS ബന്ധമുണ്ടെന്ന PV അൻവറിന്റെ ആരോപണം ഏറ്റുപിടിച്ച മുസ്ലിം ലീഗ് നേതാവ് KM ഷാജിയും രംഗത്ത് വന്നു. ഈ RSS അജണ്ട മലപ്പുറത്ത് നടപ്പിലാക്കാൻ സുജിത് ദാത്ത് മാത്രമല്ല, അജിത്ത് മാത്രമല്ല, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മോഹൻദാസ് എന്ന് പറയുന്ന മലപ്പുറം ജില്ലയിലെ CPM സെക്രട്ടറി. നാളെ മലപ്പുറം മഞ്ചേരിയിൽ PV അൻവർ MLA പുതിയ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിക്കും. പാർട്ടിയുടെ പേരും നയവും വിശദീകരിക്കും. 1,00,000 ആളുകൾ പരിപാടിയിൽ പങ്കെടുക്കുമെന്നാണ് PV അൻവറിന്റെ അവകാശവാദം. സമീർ ബിൻ കരീം, 24 തിരൂർ. പോലീസ് ആസ്ഥാനത്ത് നിർണായക യോഗം ചേരുന്നുവെന്ന വിവരം വരുന്നു. ADGP MR അജിത് കുമാറിനെതിരായ അന്വേഷണ റിപ്പോർട്ട് സർക്കാരിന് കൈമാറുന്നതിന് മുന്നോടിയായിട്ടാണ് യോഗം എന്നാണ് സൂചന. വിശദാംശങ്ങളുമായി ഷഫീദ് റാവുത്തർ ചേരുന്നുണ്ട്. ഷഫീദ്, വിവരങ്ങൾ. ഈ ADGP MR അജിത് കുമാറിനെതിരെയുള്ള DGPയുടെ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് ഇതുവരെയും പൂർത്തിയായിട്ടില്ല എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. ആ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ചേരുന്ന യോഗത്തിന് ശേഷമായിരിക്കും ഇന്ന്
റിപ്പോർട്ട് ആഭ്യന്തര വകുപ്പിനെ കൈമാറുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുക. ഈ അന്വേഷണ സംഘത്തിലുള്ള ഉദ്യോഗസ്ഥർ എല്ലാവരും തന്നെ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അതിൽ ഒരാൾ ഒഴികെ അത് ജി സ്പർജൻകുമാറാണ്. ജി സ്പർജൻകുമാറും രാവിലെ മുതൽ പോലീസ് ആസ്ഥാനത്തുണ്ടായിരുന്നു. കുറച്ചു സമയം മുൻപാണ് അദ്ദേഹം പോലീസ് ആസ്ഥാനത്ത് നിന്ന് മറ്റെവിടേക്കോ പോയത്. തൃശൂർ റേഞ്ച് DIG അതേപോലെ തന്നെ ക്രൈംബ്രാഞ്ച് SP മധുസൂദൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ADGPക്കെതിരെ ഇതുവരെ അവർ ശേഖരിച്ചിട്ടുള്ള മൊഴികൾ, മാത്രവുമല്ല വീഴ്ചകളുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വിവരശേഖരണത്തിന്റെ ഭാഗങ്ങൾ, തെളിവുകൾ അടക്കമുള്ള കാര്യങ്ങൾ ഈ റിപ്പോർട്ടിലുണ്ടാകും. അങ്ങനെ സമഗ്രമായ റിപ്പോർട്ടായിരിക്കും ഇന്ന് DGP ആഭ്യന്തര വകുപ്പിന് കൈമാറുക. ഒരു പക്ഷേ ഇന്ന് തന്നെ ആ റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ മുൻപിലേക്ക് എത്താൻ സാധ്യതയില്ല. കാരണം ഈ മുഖ്യമന്ത്രിയുടെ ആഭ്യന്തര വകുപ്പിന്റെ പരിശോധന, ആഭ്യന്തര സെക്രട്ടറിയുടെ പരിശോധന കഴിഞ്ഞ ശേഷമായിരിക്കും റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് മുൻപാകെ എത്തുക. അതൊരു പക്ഷേ നാളെ ആയിരിക്കും എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ നമുക്ക് കരുതാൻ കഴിയുന്ന വിവരം. അതേസമയം ഈ യോഗം നിർണായകമാണ്. ഈ യോഗത്തിന് ശേഷമായിരിക്കും ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തുക അന്വേഷണ സംഘം. ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്. പോലീസ് ആസ്ഥാനത്ത് നിർണായക യോഗം ഇപ്പോൾ ചേരുകയാണ്. ADGP MR അജിത് കുമാറുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലെ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് മുന്നോടിയായിട്ടാണ് യോഗം എന്നാണ് ഷഫീദ് റാവുത്തർ റിപ്പോർട്ട് ചെയ്യുന്നത്. മറ്റൊരു വാർത്തയിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. MT വാസുദേവൻ നായരുടെ കോഴിക്കോട്ടെ വീട്ടിൽ വൻ മോഷണം നടന്നുവെന്ന് പരാതി. 26 പവൻ സ്വർണം നഷ്ടപ്പെട്ടു എന്നാണ് MTയുടെ ഭാര്യ കലാമണ്ഡലം സരസ്വതിയുടെ പരാതിയിൽ പറയുന്നത്. പോലീസിന്റെ അന്വേഷണം തുടരുകയാണ്. കോഴിക്കോട് ഈസ്റ്റ് ഹിൽ കൊട്ടാരം റോഡിലുള്ള വീട്ടിലാണ് മോഷണം നടന്നത്. അലമാരയിൽ സൂക്ഷിച്ചിരുന്ന 26 പവൻ സ്വർണം നഷ്ടപ്പെട്ടു. സെപ്റ്റംബർ 22-നും 30-നും ഇടയിൽ മോഷണം നടന്നുവെന്നാണ് സംശയം. MT വാസുദേവൻ നായരുടെ ഭാര്യ കലാമണ്ഡലം സരസ്വതി നൽകിയ പരാതിയിൽ അന്വേഷണം ആരംഭിച്ചതായി നടക്കാവ് പോലീസ്. വീട്ടിൽ നിന്ന് ഇങ്ങനെ സ്വർണം പോയെന്ന് പറഞ്ഞിട്ട് നോക്കിയിട്ട് പറയാം. 7 ദിവസത്തെ ഗ്യാപ്പിന്റെ ഇടയിലുള്ള മരതകം പതിപ്പിച്ച ലോക്കറ്റ്, 3 മാല, വള, കമ്മൽ, ഡയമണ്ട് കമ്മൽ, ഡയമണ്ട് ലോക്കറ്റ് എന്നിവയാണ് നഷ്ടപ്പെട്ടത്. അലമാര കുത്തിപ്പൊളിക്കുകയോ നശിപ്പിക്കുകയോ ചെയ്തിട്ടില്ല. സമീപത്തുണ്ടായിരുന്ന താക്കോൽ ഉപയോഗിച്ച് അലമാര തുറന്ന് മോഷണം നടത്തിയെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. 24 കോഴിക്കോട്. ശിരൂർ മണ്ണിടിച്ചിൽ മരിച്ച അർജുന്റെ സഹോദരിയുടെ സൈബർ ആക്രമണ പരാതിയിൽ പോലീസിന്റെ നടപടി തുടങ്ങി. യൂട്യൂബർമാരെയും ലോറിയുടമ മനാഫിന്റെ യൂട്യൂബ് ചാനലിൽ കമന്റിട്ടവരെയും കുറിച്ചാണ് അന്വേഷണം. മനാഫിനെ പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കിയേക്കും. കുടുംബം അന്വേഷണ സംഘത്തിന് നൽകിയ മൊഴിയിൽ മനാഫിന്റെ പേരില്ല. പരാതി നൽകിയെങ്കിലും അർജുന്റെ കുടുംബത്തിനെതിരായ സൈബർ ആക്രമണം തുടരുകയാണ്. ഇതോടെയാണ് അന്വേഷണ സംഘം നടപടി വേഗത്തിലാക്കിയത്. കുടുംബത്തെ വർഗീയമായി അധിക്ഷേപിക്കുകയും ചിത്രീകരിക്കുകയും ചെയ്ത യൂട്യൂബർമാർക്കെതിരെയും മനാഫിന്റെ യൂട്യൂബ് ചാനലിൽ കമന്റിട്ടവർക്കെതിരെയുമാണ് നടപടി ആരംഭിച്ചത്. സൈബർ പോലീസിന്റെ സഹായത്തോടെ ഇവരുടെ IP അഡ്രസ്, ഇമെയിൽ വിലാസം, ഫോൺ നമ്പറുകൾ എന്നിവ ഗൂഗിളിനോട് ആവശ്യപ്പെടും. പ്രഥമ ദൃഷ്ട്യാ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയവരുടെ വിവരങ്ങളാണ് തേടുന്നത്. മനാഫിനെ പ്രതിപട്ടികയിൽ നിന്നും ഒഴിവാക്കാനുള്ള നടപടിയും ആരംഭിച്ചു. പരാതിയിലും കുടുംബം നൽകിയ മൊഴിയിലും മനാഫിന്റെ പേരില്ല. യൂട്യൂബ് ചാനലിന്റെ ഉടമ എന്ന നിലയിലാണ് മനാഫിനെ പ്രതി ചേർത്തതെന്നാണ് പോലീസിന്റെ വിശദീകരണം. 24 കോഴിക്കോട്. ഇനി നമ്മൾ പോകുന്നത് തൃശൂരിലേക്കാണ്. തൃശൂർ വരവൂരിൽ പന്നികളെ കുടുക്കാൻ സ്ഥാപിച്ച വൈദ്യുതി കെണിയിൽ നിന്ന് ഷോക്കേറ്റ് സഹോദരങ്ങൾക്ക് ദാരുണാന്ത്യം. തളി സ്വദേശികളായ രവീന്ദ്രൻ, അരവിന്ദാക്ഷൻ എന്നിവരാണ് മരിച്ചത്. അനധികൃതമായി പന്നിക്കണി സ്ഥാപിച്ച സ്ഥലമുടമ മണിയെ പോലീസ് കസ്റ്റഡിയിലെടുക്കും. കാട്ടുപന്നിയെ വേട്ടയാടുന്നതിനൊരുക്കിയ വൈദ്യുതി കെണിയിൽപ്പെട്ടാണ് രവീന്ദ്രനും അരവിന്ദാക്ഷനും ജീവൻ നഷ്ടമായതെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. സമീപത്തെ കുളത്തിൽ കഴിഞ്ഞ ദിവസം രാത്രി മീൻ പിടിക്കാനെത്തിയ ഇരുവരും അറിയാതെ വൈദ്യുതി ലൈനിൽ തട്ടുകയായിരുന്നു. കാലിൽ വൈദ്യുതി കമ്പി തട്ടിയതോടെ ഷോക്കേറ്റു. വലിയ രീതിയിൽ വൈദ്യുത പ്രസരണമുള്ള ലൈനുകളാണ് പന്നിക്കായി സ്ഥാപിച്ചിരുന്നത്. കെണിയിൽപ്പെട്ട് ഒരു കാട്ടുപന്നിയും ചത്തു. മൃതദേഹം കണ്ടെത്തിയതിന് സമീപത്തു നിന്നും ടോർച്ചും ഇവർ പിടിച്ച മീനും കണ്ടെത്തി. അനധികൃതമായി വൈദ്യുത കെണി ഒരുക്കിയതിന് ബന്ധുകൂടിയായ സ്ഥലമുടമ മണിക്കെതിരെ നരഹത്യാ കുറ്റമടക്കം ചുമത്തി കേസെടുക്കാനുള്ള നീക്കത്തിലാണ് പോലീസ്. 24 തൃശൂർ. ബലാത്സംഗ കേസിൽ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകാൻ സന്നദ്ധത അറിയിച്ച് നടൻ സിദ്ദിഖ്. ഹാജരാകാൻ തയ്യാറാണ് എന്നറിയിച്ച് പ്രത്യേക അന്വേഷണ സംഘത്തിന് സിദ്ദിഖ് കത്ത് നൽകി. സിദ്ദിഖിന്റെ തന്ത്രപരമായ നീക്കം എന്നാണ് ഇതിനെ അന്വേഷണ സംഘം വിലയിരുത്തുന്നത്. മുൻകൂർ ജാമ്യാപേക്ഷ സുപ്രീം കോടതിയുടെ പരിഗണനയിലുള്ളതിനാൽ ചോദ്യം ചെയ്യലിന് നോട്ടീസ് നൽകുന്നതിൽ പോലീസ് തീരുമാനമെടുത്തിരുന്നില്ല. ഈ സാഹചര്യത്തിലാണ് ഹാജരാകാൻ തയ്യാറാണെന്ന് സിദ്ദിഖ് അറിയിച്ചത്. അഭിഭാഷകന്റെ നിർദ്ദേശപ്രകാരമാണ് അന്വേഷണ സംഘത്തിന് സിദ്ദിഖ് കത്ത് നൽകിയത്. ഇത് സിദ്ദിഖിന്റെ തന്ത്രപരമായ നീക്കമായാണ് അന്വേഷണ സംഘം വിലയിരുത്തുന്നത്. 2 ആഴ്ചയ്ക്ക് ശേഷം സുപ്രീം കോടതിയിൽ കേസെത്തുമ്പോൾ അന്വേഷണത്തോട് താൻ സഹകരിക്കുന്നുണ്ടെന്ന് ബോധ്യപ്പെടുത്താൻ ഇതിലൂടെ സിദ്ദിഖിന് സാധിക്കും. ഇത് മുൻകൂർ ജാമ്യം ലഭിക്കുന്നതിന് സഹായകരമാകും. കത്തിന്റെ അടിസ്ഥാനത്തിൽ സിദ്ദിഖിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും. അടുത്ത ആഴ്ച ചോദ്യം ചെയ്യലുണ്ടാകുമെന്നാണ് റിപ്പോർട്ട്. നോട്ടീസ് നൽകി വിളിപ്പിച്ച സിദ്ദിഖിന്റെ മൊഴി രേഖപ്പെടുത്താനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം.
അറസ്റ്റ് രേഖപ്പെടുത്തണമോ എന്ന കാര്യം നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കും. 24 കൊച്ചി. ഭീകരവാദവുമായി ബന്ധപ്പെട്ട രാജ്യത്ത് വ്യാപക റെയ്ഡുമായി NIA 5 സംസ്ഥാനങ്ങളിലായി 22 ഇടങ്ങളിൽ റെയ്ഡ്. മഹാരാഷ്ട്രയിൽ ഭീകരവാദ ബന്ധം സംശയിക്കുന്ന 4 പേരെ NIA കസ്റ്റഡിയിലെടുത്തു. ഭീകരവാദ സംഘടനയായ ജെയ്ഷെ ഇ മുഹമ്മദുമായി ബന്ധപ്പെട്ട കേസിലാണ് NIA നടപടി. ജമ്മു കാശ്മീർ, ദില്ലി, UP, അസം, മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിലാണ് റെയ്ഡ് നടക്കുന്നത്. മഹാരാഷ്ട്രയിലെ ജൽന, ഔറംഗാബാദ്, മലൈഗാവ് എന്നിവിടങ്ങളിൽ നടത്തിയ റെയ്ഡിൽ 4 പേരെ കസ്റ്റഡിയിലെടുത്തു. മലേഗാവിലെ ഒരു ഹോമിയോ ക്ലിനിക്കിലാണ് റെയ്ഡ് നടന്നത്. ജമ്മുവിലെ ബാരാമുള്ളയിൽ പുലർച്ചെ തന്നെ NIA ഉദ്യോഗസ്ഥർ എത്തി. സംസ്ഥാന പോലീസിലെ തീവ്രവാദ വിരുദ്ധ സേനയുടെ സഹായത്തോടെയാണ് ഓപ്പറേഷനുകൾ. രാജസ്ഥാനിലെ 9 റെയിൽവേ സ്റ്റേഷനുകളിൽ ഈ മാസം അവസാനം സ്ഫോടനമുണ്ടാകുമെന്ന ഭീഷണി സന്ദേശം 3 ദിവസം മുമ്പ് ലഭിച്ചിരുന്നു. ജെയ്ഷെ ഇ മുഹമ്മദ് എന്ന് അവകാശപ്പെട്ടാണ് സന്ദേശം എത്തിയത്. ഇതേ തുടർന്നുള്ള അന്വേഷണത്തിന്റെ ഭാഗമായാണ് റെയ്ഡെന്നാണ് വിവരം. ഈ ആഴ്ച ബംഗാളിലും NIA വ്യാപക റെയ്ഡ് നടത്തിയിരുന്നു. 24 മുംബൈ. ജാതി വിവേചനവും തൊഴിൽ നിഷേധവും ഉന്നയിച്ച് CPIയുമായി പോരാടിയ കണ്ണൂരിലെ ചിത്രലേഖ അന്തരിച്ചു. ക്യാൻസർ രോഗബാധയെ തുടർന്ന് ഏറെക്കാലമായി ചികിത്സയിലായിരുന്നു. 2 പതിറ്റാണ്ട് നീണ്ട പോരാട്ടവും പ്രതിരോധവും അവസാനിപ്പിച്ചാണ് ചിത്രലേഖ വിടവാങ്ങിയത്. 2004 പയ്യന്നൂർ എടാട്ടെ സ്റ്റാൻഡിൽ ഓട്ടോയുമായി എത്തിയ ദളിത് യുവതി. CITയുമായി തർക്കമുണ്ടായതോടെ തൊഴിൽ വിലക്ക്. വിലക്കിനെതിരായ ചിത്രലേഖയുടെ പരാതിയിൽ കാര്യമായ നടപടി ഉണ്ടായില്ല. പിന്നാലെ ചിത്രലേഖയുടെ ഓട്ടോറിക്ഷ ഒരു സംഘം അഗ്നിക്കിരയാക്കി. അക്രമത്തിന് പിന്നിൽ CPIM എന്നാരോപിച്ച് ചിത്രലേഖ നടത്തിയ പോരാട്ടം ശ്രദ്ധ നേടി. പിന്നീട് 2 പതിറ്റാണ്ടുകാലം നിരന്തര പോരാട്ടവും സമരവും. പലതവണ ചിത്രലേഖയ്ക്കും ഓട്ടോറിക്ഷയ്ക്കും നേരെ അക്രമമുണ്ടായി. കഴിഞ്ഞ UDF സർക്കാരിന്റെ കാലത്ത് വീട് വെക്കാൻ ഭൂമി അനുവദിച്ചെങ്കിലും പിന്നീട് വന്ന LDF സർക്കാർ ഉത്തരവ് റദ്ദാക്കി. ഇക്കാര്യത്തിലെ നിയമപോരാട്ടവും ചർച്ചയായി. നാളെ രാവിലെ 10-ന് പയ്യാമ്പലത്താണ് ചിത്രലേഖയുടെ സംസ്കാരം. സമരവഴികളിൽ നിരന്തരം തിരിച്ചടി നേരിട്ടെങ്കിലും തോൽവി വഴങ്ങാത്ത സമരവീര്യം ബാക്കിയാക്കിയാണ് ചിത്രലേഖയുടെ മടക്കം. 24 കണ്ണൂർ. ജോസിൻ ജോസഫ് ഒരു കാര്യം ചോദിക്കുന്നുണ്ട്. ബ്രോ, പുതുപ്പള്ളി സാധു നാട്ടിൽ ചെന്നോ എന്നാണ് ചോദിക്കുന്നത്. ഇപ്പോൾ പുതുപ്പള്ളി സാധു പുതുപ്പള്ളിയിലെത്തി എന്ന് അവിടെ നിന്നുള്ള റിപ്പോർട്ട് വരുന്നുണ്ട്. ജോസ്വിനെ അത് അറിയിക്കുകയാണ്. ഇനി നമ്മൾ പോകുന്നത് കായിക വാർത്തകളിലേക്ക്. കായിക വാർത്തയിൽ വനിതാ 2020 ലോകകപ്പിലേക്കാണ് ആദ്യം. നിലവിലെ ചാമ്പ്യന്മാരായ ഓസ്ട്രേലിയയ്ക്ക് ഇന്ന് ആദ്യ മത്സരം. ഉച്ചകഴിഞ്ഞ് 3:30 നടക്കുന്ന മത്സരത്തിൽ ശ്രീലങ്കയാണ് എതിരാളികൾ. ഇതുവരെ നടന്ന 8 ലോകകപ്പുകളിൽ 6ലും ജേതാക്കളായത് ഓസ്ട്രേലിയയാണ്. രാത്രി 7:30 നടക്കുന്ന രണ്ടാം മത്സരത്തിൽ മുൻ ചാമ്പ്യന്മാരായ ഇംഗ്ലണ്ട് ബംഗ്ലാദേശിനെ നേരിടും. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഫുട്ബോളിൽ 7ാം റൗണ്ട് മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. ലിവർപൂൾ, മാഞ്ചസ്റ്റർ സിറ്റി, ആഴ്സണൽ ടീമുകൾ എല്ലാം കളത്തിലിറങ്ങും. സ്പാനിഷ് ലീഗിൽ റയൽ മാഡ്രിഡിനും മേജർ ലീഗ് സോക്കറിൽ ലയണൽ മെസ്സിയുടെ ഇന്റർ മയാമിക്കും ഇന്ന് മത്സരമുണ്ട്. ലിവർപൂളിന് 15 പോയിന്റ്, മാഞ്ചസ്റ്റർ സിറ്റിക്കും ആഴ്സണലിനും 14. പ്രീമിയർ ലീഗിൽ മൂവർ സംഘത്തിന്റെ കസേരകളി തുടരുകയാണ്. നിലവിലെ ചാമ്പ്യന്മാരായ മാഞ്ചസ്റ്റർ സിറ്റി കഴിഞ്ഞ 2 കളികളിലും സമനിലയിൽ കുരുങ്ങിയത് മുതലെടുത്താണ് ലിവർപൂൾ 1ാം സ്ഥാനത്തേക്ക് ഉയർന്നത്. ഇന്ന് വൈകിട്ട് 5-ന് നടക്കുന്ന മത്സരത്തിൽ ക്രിസ്റ്റൽ പാലസിനെ തോൽപ്പിച്ചാൽ ആ 1ാം സ്ഥാനം ഭദ്രമാക്കാം ദ റെഡ്സിന്. രാത്രി 7:30-ക്കാണ് സിറ്റിയുടെയും ആഴ്സണലിന്റെയും മത്സരങ്ങൾ. സിറ്റി ഫുൾഹാമിനെയും ആഴ്സണൽ സതാംപ്ടണെയും നേരിടും. സ്പാനിഷ് ലീഗിൽ വിജയവഴിയിൽ തിരിച്ചെത്തുകയാണ് റയൽ മാഡ്രിഡിന്റെ ലക്ഷ്യം. രാത്രി 12:30-ക്ക് സാന്റിയാഗോ ബെർണബ്യൂവിൽ നടക്കുന്ന കളിയിൽ വിയാറയലാണ് എതിരാളികൾ. 6 ഗോളിന്റെ ജയമുണ്ടെങ്കിൽ ബാഴ്സലോണയെ മറികടന്ന് 1ാം സ്ഥാനത്തും എത്താനാകും നിലവിലെ ചാമ്പ്യന്മാർക്ക്. ലിയോണൽ മെസ്സിയുടെ ചിറകിലേറി ക്ലബ് ചരിത്രത്തിൽ ആദ്യമായി MLS സപ്പോർട്ടേഴ്സ് ഷീൽഡ് സ്വന്തമാക്കിയ ഇന്റർ മയാമിയുടെ ഇനിയുള്ള ലക്ഷ്യം റെക്കോർഡ് പോയിന്റ് നേട്ടം. നിലവിൽ 68 പോയിന്റുള്ള ഇന്റർ മയാമിക്ക് ശേഷിക്കുന്ന 2 മത്സരങ്ങളിലും ജയിച്ചാൽ നിലവിൽ ന്യൂ ഇംഗ്ലണ്ടിന്റെ പേരിലുള്ള 73 പോയിന്റിന്റെ റെക്കോർഡ് മറികടക്കാം. രാത്രി 1:30-ക്ക് നടക്കുന്ന മത്സരത്തിൽ ടൊറന്റോ FC ആണ് മെസ്സിപ്പടയുടെ എതിരാളികൾ. സ്പോർട്സ് ഡെസ്ക് 24. ബിജു പി ജോർജ് പറയുന്നത് പരസ്യത്തിനിടയ്ക്ക് വാർത്തയുടെ ഇടവേള ഇത്തിരി കൂട്ടണം എന്നുള്ളതാണ്. അങ്ങനെയല്ലല്ലോ. ഇപ്പോൾ വാർത്ത തന്നെയാണ് കൂടുതൽ. പരസ്യം ചെറിയ സമയത്തേക്ക് മാത്രമേ ഉള്ളൂ. പിന്നെ എന്തുകൊണ്ടാണ് ബിജു അങ്ങനെ പറഞ്ഞത് എന്ന് അറിയില്ല. ഓണക്കാലത്തൊക്കെ കുറച്ച് പരസ്യം ഉണ്ടായിരുന്നു എന്നുള്ളത് ശരിയാണ്. ബിജു അങ്ങനെയാണല്ലോ അല്ലേ. പത്തനാപുരം കടശ്ശേരിയിൽ വളർത്തുനായെ പുലി കടിച്ചു കൊന്നു. പുലിയുടെ മുന്നിൽ നിന്ന് വീട്ടുടമ കഷ്ടിച്ചാണ് രക്ഷപ്പെട്ടത്. തിരുവനന്തപുരം വിതുരയിൽ കാട്ടാനക്കൂട്ടം വ്യാപകമായി കൃഷി നശിപ്പിച്ചു. പത്തനാപുരം കടശ്ശേരിയിൽ
ഇന്നലെ രാത്രിയാണ് പുലി ഇറങ്ങിയത്. സുഷമാവിലാസത്തിൽ സജികുമാറിന്റെ നായയെ കടിച്ചു കൊന്നു. നായയുടെ കുരകേട്ട് പുറത്തിറങ്ങിയ സജി കഷ്ടിച്ചാണ് രക്ഷപ്പെട്ടത്. ഓടിമാറുന്നതിനിടെ നിലത്ത് വീണ സജിക്ക് പരിക്കേറ്റിട്ടുണ്ട്. സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷന്റെ പത്തനാപുരം ചിതൽവെട്ടി എസ്റ്റേറ്റിൽ കഴിഞ്ഞ ദിവസം നാട്ടുകാർ പുലിയെ കണ്ടിരുന്നു. തിരുവനന്തപുരം വിതുര പൊന്മുടി മേഖലയിൽ കാട്ടാനകളാണ് ജനങ്ങൾക്ക് ഭീഷണിയാകുന്നത്. ഇന്നലെ വിതുര മണലി വാർഡിൽ കൊമ്പ്രാങ്കല്ല ആദിവാസി മേഖലയിലാണ് കാട്ടാനക്കൂട്ടം ഇറങ്ങിയത്. 4 കാട്ടാനകളാണ് ഉണ്ടായിരുന്നത്. 1 മണിക്കൂറോളം പ്രദേശത്ത് തമ്പടിച്ച കാട്ടാനക്കൂട്ടം നാട്ടുകാർ ബഹളം വച്ചതോടെയാണ് തിരികെ കാട്ടിൽ കയറിയത്. കഴിഞ്ഞ ദിവസം പൊന്മുടി കുളച്ചിക്കര എസ്റ്റേറ്റിലെ തേയിലത്തോട്ടത്തിലും കാട്ടാനകൾ ഇറങ്ങിയിരുന്നു. 24 തിരുവനന്തപുരം. സംസ്ഥാനത്ത് വ്യത്യസ്ത വാഹനാപകടങ്ങളിൽ 2 മരണം. പാലക്കാട് ഒറ്റപ്പാലത്ത് ലോറിയും പിക്കപ്പ് വാനും കൂട്ടിയിടിച്ചാണ് ഒരാൾ മരിച്ചത്. തിരുവനന്തപുരം പള്ളിപ്പുറത്ത് KSRTC ബസ്സിലിടിച്ച് ബൈക്ക് യാത്രികന് ദാരുണാന്ത്യം. ലക്കിടി കൂട്ടുപാതയിൽ ഇന്ന് രാവിലെ 6:30 നടന്ന അപകടത്തിലാണ് എടപ്പാൾ സ്വദേശി മുസ്തഫ മരിച്ചത്. അപകടത്തിൽ ഗുരുതര പരിക്കേറ്റ മുസ്തഫയെ ഉടൻ ഒറ്റപ്പാലത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. തിരുവനന്തപുരം പള്ളിപ്പുറം മുഴുത്തിരിയാവട്ടത്ത് KSRTC ബസ്സും ബൈക്കും കൂട്ടിയിടിച്ചാണ് യുവാവ് മരിച്ചത്. ആലപ്പുഴ ഭരണിക്കാവ് സ്വദേശി അനൂപ് പ്രകാശാണ് മരിച്ചത്. രാവിലെ 8 മണിക്കാണ് അപകടം. കോട്ടയം പൊൻകുന്നം അട്ടിക്കലിൽ നിയന്ത്രണം വിട്ട ആംബുലൻസ് റോഡരികിലെ വീട്ടിലേക്ക് ഇടിച്ചുകയറി മറിഞ്ഞു. ആംബുലൻസിലുണ്ടായിരുന്ന രോഗിയെ പിന്നീട് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചു. അപകടത്തിൽ ഡ്രൈവർക്കും സഹായിക്കും പരിക്കേറ്റു. വീട്ടിലുണ്ടായിരുന്നവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും പാലായിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് രോഗിയുമായി പോയ ആംബുലൻസാണ് അപകടത്തിൽപ്പെട്ടത്. 24 തിരുവനന്തപുരം. ഇനി നമ്മളൊന്ന് ജമ്മു കാശ്മീരിലേക്ക് പോകുകയാണ്. അവിടെ കുപ്വാര ജില്ലയിൽ നടന്ന ഏറ്റുമുട്ടലിൽ 2 ഭീകരരെ സൈന്യം വധിച്ചു. ഓപ്പറേഷൻ ഗുഗൽദാറിന്റെ ഭാഗമായി നടത്തിയ തെരച്ചിലിനിടെയാണ് ഏറ്റുമുട്ടൽ. കുപ്വാരയിൽ ഭീകരർ നുഴഞ്ഞു കയറുന്നുണ്ട് എന്ന രഹസ്യവിവരത്തെ തുടർന്ന് സുരക്ഷാ സേന നിരീക്ഷണം ശക്തമാക്കിയിരുന്നു. മേഖലയിൽ ഇപ്പോഴും തെരച്ചിൽ തുടരുകയാണ്. ഇനി ഹരിയാനയിലേക്കാണ്. ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. 11 മണിവരെ 22.7% പേരാണ് വോട്ട് രേഖപ്പെടുത്തിയത്. ഒറ്റഘട്ടമായി നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ 90 മണ്ഡലങ്ങളിലായി 1031 സ്ഥാനാർത്ഥികൾ ജനവിധി തേടുന്നുണ്ട്. ഹരിയാനയിലെ ഫരീദാബാദിൽ നിന്നിപ്പോൾ വിനീത VG തത്സമയം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. വിനീത, ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ എത്രയാണ് പോളിംഗ് ശതമാനം? എന്തൊക്കെയാണ് വിവരങ്ങൾ വിനീത? ഉന്മേഷ്, 12 മണിവരെയുള്ള കണക്കനുസരിച്ച് 25% മുകളിലേക്ക് പോളിംഗ് ശതമാനം എത്തിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ അശോക് മെമ്മോറിയൽ പബ്ലിക് സ്കൂളിന് മുന്നിലുള്ള പോളിംഗ് സ്റ്റേഷനിലാണ്. ഇവിടെ 6 പോളിംഗ് ബൂത്തുകളാണുള്ളത്. എല്ലാ പോളിംഗ് ബൂത്തുകളിലും വലിയ തിരക്ക് തന്നെയാണുള്ളത്. പൊതുവെ ഉച്ച സമയമാണ്, 1 മണിയാണ്. നല്ല വെയിലൊക്കെ ഉണ്ട് എങ്കിൽ പോലും അതൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ആളുകൾ പോളിംഗ് നടത്തുന്നതിനായി അവരുടെ അവകാശം അത് വിനിയോഗിക്കുന്നതിനായി എത്തുകയാണ്. വലിയ പോലീസ് സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. അത്തരത്തിലേക്കുള്ള പ്രശ്നബാധിത മേഖലകളൊന്നും അല്ല എങ്കിൽ പോലും എല്ലാ പോളിംഗ് സ്റ്റേഷനുകളിലും സമാനമായിട്ടുള്ള കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. രാവിലെ കൃത്യം 7 മണിയോടുകൂടി തന്നെ പോളിംഗ് ആരംഭിച്ചു. വലിയ നീണ്ട നിര തന്നെയാണ് ഹരിയാനയിലെ പല പോളിംഗ് ബൂത്തുകളിലും അനുഭവപ്പെടുന്നത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ അശോക് മെമ്മോറിയൽ പബ്ലിക് സ്കൂളിലേക്ക് ഉള്ളിലേക്ക് കടക്കാൻ മൊബൈൽ ഫോൺ പോലും അനുവദനീയമല്ല. ഓരോ ആളുകളുടെ നിന്നും വളരെ കൃത്യമായി അവരെ പരിശോധിച്ചതിന് ശേഷം അവരുടെ ആധാർ കാർഡ്, പോളിംഗ് കാർഡ് ഉൾപ്പെടെയുള്ള രേഖകളൊക്കെ പരിശോധിച്ചതിന് ശേഷമാണ് ഓരോ ആളുകളെയും അകത്തേക്ക് കടത്തിവിടുന്നത്. ഇങ്ങനെ വലിയ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഈ ഫരീദാബാദിലുള്ള പല പോളിംഗ് സ്റ്റേഷനുകളിലും ഒരുക്കിയിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ 1031 സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുള്ളത്. ഇതിൽ 100 പേർ വനിതകളാണ്. എല്ലാവരും വലിയ പ്രതീക്ഷയിൽ തന്നെയാണുള്ളത്. തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിൽ കോൺഗ്രസ് രംഗത്തുണ്ട്. ഒപ്പം തന്നെ ഹാട്രിക് വിജയം പ്രതീക്ഷിച്ച BJPയും ഉണ്ട്. എല്ലാ ആളുകളും അവരുടെ വോട്ടവകാശം വിനിയോഗിക്കണമെന്ന പ്രധാനമന്ത്രി രാവിലെ തന്നെ ആഹ്വാനം ചെയ്തിരുന്നു. അതേസമയം ഒരു തിരിച്ചുവരവിലേക്ക് കോൺഗ്രസ് എത്തുമെന്ന പ്രതീക്ഷ പ്രിയങ്ക ഗാന്ധിയും പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. മനോഹർലാൽ ഖട്ടർ ഈ തെരഞ്ഞെടുപ്പിന് പിന്നാലെ അദ്ദേഹത്തിനൊരു പ്രതികരണം കൂടി വന്നിട്ടുണ്ടായിരുന്നത്. BJP വീണ്ടും സർക്കാർ രൂപീകരിക്കുമെന്നൊരു പ്രതികരണമാണ് അദ്ദേഹവും നടത്തിയിട്ടുണ്ടായിരുന്നത്. വിനേഷ് ഫോഗട്ടിന്റെ പ്രതികരണം വന്നിട്ടുണ്ടായിരുന്നു. അവർ ജുലാന മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയാണ്. കോൺഗ്രസിൽ ജനങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷ തന്നെ തെരഞ്ഞെടുപ്പിന് ശേഷം അത് കാണാൻ കഴിയുമെന്നായിരുന്നു അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് പോലെ തന്നെ പ്രായമായവരൊക്കെ ഇങ്ങനെ വോട്ട് രേഖപ്പെടുത്താൻ വരുന്നൊരു കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ അസുഖം ബാധിച്ചവരോ അല്ലെങ്കിൽ പ്രായമായവർക്കൊക്കെ ക്യൂവിൽ നിൽക്കാൻ ബുദ്ധിമുട്ട് ഉണ്ടെങ്കിൽ അവർക്ക് മറ്റ് പ്രത്യേക സജ്ജീകരണങ്ങൾ കൂടി
ഏർപ്പെടുത്തിയിട്ടുണ്ട്. വൈകിട്ട് 6 വരെയാണ് പോളിംഗ് ഉള്ളത്. കഴിഞ്ഞ പ്രാവശ്യം തെരഞ്ഞെടുപ്പ് ഏതാണ്ട് 68% പോളിംഗ് രേഖപ്പെടുത്തിയത്. പക്ഷേ ഇത്തവണ വലിയ പ്രചരണമൊക്കെയായി എല്ലാ പാർട്ടികളും ഹരിയാനയിൽ നിന്നിട്ടുണ്ടായിരുന്നു. ഒപ്പം മറ്റ് നേതാക്കളൊക്കെ ഇവിടെ തമ്പ് ചെയ്തുകൊണ്ട് ക്യാമ്പയിൻ നടത്തുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തവണ പോളിംഗ് ശതമാനം ഉയരുമെന്നാണ് പ്രതീക്ഷ. പക്ഷേ ഇതുവരെ നമുക്ക് ലഭ്യമായിരിക്കുന്ന കണക്കനുസരിച്ച് ഒരു ഭേദപ്പെട്ട രീതിയിൽ തന്നെയാണ് പോളിംഗ് ശതമാനം മുന്നോട്ട് പോകുന്നത്. പല ബൂത്തുകളിലും ഇപ്പോഴും ഈ പോളിംഗ് പുരോഗമിക്കുകയാണ്. കൃത്യമായിട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ലിദ്വ, കർണാൽ, ഒപ്പം തന്നെ വിനേഷ് ഫോഗട്ട് മത്സരിക്കുന്ന ജുലാന എന്നിവിടങ്ങളിലൊക്കെ കടുത്ത മത്സരം തന്നെയാണ് ഉണ്ടാവുക. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജുലാന മണ്ഡലത്തിൽ വിനേഷ് ഫോഗട്ടും ഒപ്പം തന്നെ മറ്റൊരു ഗുസ്തി താരം ഗീതയും ഒക്കെ അതിന്റെ ഒരു കടുത്ത മത്സരത്തിലേക്കടക്കം കാര്യങ്ങൾ എത്തിച്ചിട്ടുണ്ട്. ഇങ്ങനെ പല മണ്ഡലങ്ങളും കൃത്യമായിട്ടുള്ള പ്രചരണം അടക്കമായി നേതാക്കൾ രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു. അവസാന ഘട്ടത്തിൽ കളം പിടിക്കാൻ പ്രധാനമന്ത്രി ശരി വിനീത, ഏതായാലും ഇപ്പോൾ വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. സമാധാനപരമാണ് വോട്ടെടുപ്പ്. 12 മണി വരെയുള്ള കണക്കനുസരിച്ച് 25% പോളിംഗ് എന്നാണ് വിനീത വിജി ഫരീദാബാദിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. പവിത്രൻ പാതിരപ്പറ്റ കാലാവസ്ഥ അറിയിപ്പുണ്ടെങ്കിൽ അറിയിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് രാവിലെ ഉണ്ടായിരുന്ന കാലാവസ്ഥാ മുന്നറിയിപ്പ് 4 ജില്ലകളിൽ യെല്ലോ അലേർട്ട് എന്നുള്ളതായിരുന്നു. 7 ദിവസം മഴ പ്രതീക്ഷിക്കാം എന്നുള്ളതായിരുന്നു കാലാവസ്ഥാ മുന്നറിയിപ്പ്. കർണാടകയിലെ കൊപ്പലിൽ കനത്ത മഴയിൽ വീട് തകർന്ന് മണ്ണിനടിയിൽ കുടുങ്ങിയ യുവാവിനെ സാഹസികമായി രക്ഷിച്ചു. ദാനാപുര സ്വദേശി പ്രകാശാണ് അപകടത്തിൽപ്പെട്ടത്. രക്ഷാപ്രവർത്തന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. കൊപ്പൽ ജില്ലയിലെ ദാനാപുര ഗ്രാമത്തിലായിരുന്നു അപകടം. പ്രദേശത്ത് ഇന്നലെ രാത്രി മുതൽ തുടരുന്ന കനത്ത മഴയിൽ വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീഴുകയായിരുന്നു. മുറിയിൽ ഉറങ്ങുകയായിരുന്ന പ്രകാശ് മണ്ണിനടിയിൽപ്പെട്ടു. അപകടമുണ്ടായി 1 മണിക്കൂറിന് ശേഷമാണ് നാട്ടുകാർ വിവരമറിഞ്ഞത്. നാട്ടുകാരെത്തി മണ്ണ് നീക്കം ചെയ്ത് പ്രകാശിനെ രക്ഷിച്ചു. ഉടൻ സമീപത്തെ ആശുപത്രിയിലേക്ക് മാറ്റി. മണ്ണിടിച്ചിലുണ്ടായപ്പോൾ വീട്ടിൽ പ്രകാശ് തനിച്ചായിരുന്നു. ശക്തമായ മഴയിൽ പ്രദേശത്തെ 2 വീടുകൾ കൂടി തകർന്നിട്ടുണ്ട്. 24 ബംഗളൂരു.